ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശം ആരംഭിച്ചു. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 1 മണിക്കൂർ മാത്രം. വളരെ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് BJP നേതാക്കളും പ്രവർത്തകരും. അതേസമയം സുരക്ഷ കർശനമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ. ചേർന്നു. ദിലീപ്, ബംഗാളിൽ രണ്ടാം ഘട്ട പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ ഒന്നാം ഘട്ടത്തിൽ കണ്ടതാണ് 90% മുകളിലാണ് ജനങ്ങൾ അവിടെ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടവും അതേ നിലയിൽ തന്നെ വളരെ വർദ്ധിത വീര്യത്തോടെ വോട്ടർമാർ ക്യൂ നിന്ന് കൃത്യമായി അവരുടെ ജനഹിതം രേഖപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ രണ്ടാം ഘട്ടത്തിലും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാമല്ലോ. എങ്ങനെയാണ് ക്രമസമാധാന നില? ബംഗാളിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തെ എങ്ങനെ കാണുന്നു ദിലീപ്? വിനോദ് സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടം നമ്മൾ കണ്ടതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്രയും വലിയ ഒരു പോളിംഗ് രേഖപ്പെടുത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും രണ്ടാം ഘട്ടവും അത്തരത്തിലുള്ള പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പശ്ചിമ ബംഗാളിൽ സ്വാഭാവികമായിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒന്നാം ഘട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്രസേനയും പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്, ശക്തമായിരുന്നു. എന്നിട്ട് മുർഷിദാബാദും അങ്ങനെ അടക്കമുള്ള ഒട്ടനവധി പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പോലും സ്ഫോടനം, പെട്രോൾ പമ്പ് അടക്കമുള്ള സ്ഫോടനങ്ങൾ സംഭവിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അങ്ങനെ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലീസിനോടും അതുപോലെ തന്നെ കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുള്ള ശക്തമായ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ഇടാൻ അനുവദിക്കുന്നില്ല. വീട്ടുതടങ്കൽ വോട്ടർമാരെ വീട്ടുതടങ്കൽ വെക്കുന്ന അടക്കമുള്ള ആ പ്രവൃത്തിയിലേക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതിരിക്കാനുള്ള കർശന നിർദ്ദേശവും പോലീസിനോടും അതുപോലെ തന്നെ കേന്ദ്രസേനയോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റന്നാൾ ഈ മാസം 29-നാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 142 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 3.5 കോടി ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തങ്ങളുടെ ജനഹിതം രേഖപ്പെടുത്തുന്നത്. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധത അവിടെ രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ അവിടെ ഇല്ല എന്തടക്കമുള്ള കാര്യങ്ങൾ നാം ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവരാണ് അവിടെ നേതൃത്വം നൽകിയത്. അതായത് പൊതു തെരഞ്ഞെടുപ്പ് റാലികളും അതോടൊപ്പം തന്നെ പൊതു തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കും നേതൃത്വം നൽകിയത് ഇവർ രണ്ടുപേരുമാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ചരിത്രം നമുക്കറിയാം. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ഏതൊക്കെ നിയമസഭകളിലാണോ തെരഞ്ഞെടുപ്പുകളിലാണോ ഇത്തരത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ബൈ ഇലക്ഷനിലൊക്കെ വലിയ വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പശ്ചിമ ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കൊട്ടിക്കലാശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവേശത്തിലും ഊർജ്ജത്തിലുമാണ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും. എന്തായാലും ഇത്തവണ BJP അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസംഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഉറപ്പു നൽകുന്നത് സ്ത്രീ സുരക്ഷയാണ്. തൃണമൂൽ കോൺഗ്രസ് ഭരിച്ച സമയത്താണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളെ ആരും തന്നെയും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ഉറപ്പു നൽകിയത്. സുരക്ഷിതമായ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുകയും ആ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ അമ്മയെ സദസ്സിൽ വിളിച്ചു വരുത്തുകയും അതോടെ തന്നെ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്കാണ് BJP നേതൃത്വം നൽകിയത്. വിനോദ്, അവിടെ വ്യക്തമാണ്. ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. പരസ്യപ്രചാരണം വൈകിട്ട് 6 മണിയോടെ അവസാനിക്കുന്നു. വളരെ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് NDA നേതാക്കൾ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ. അതേസമയം സുരക്ഷ കർശനമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ.